ഹായ് പ്രിയ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാവട്ടെ. ഇന്ന് ഒരു അടച്ച പാത്രമൊക്കെ ആയിട്ടാണല്ലോ ഇരിക്കണം എന്നുള്ളതാണല്ലേ. ഇത് എൻ്റെ കൂട്ടുകാരി തന്നയച്ചതാണ്. മരുന്ന് കഞ്ഞില്ലേ, അതാണ് കേട്ടോ. കർക്കിടക മാസമായിട്ട് മരുന്ന് കഞ്ഞി വെച്ചതാണ്. അപ്പോൾ അത് കഴിക്കാൻ വിളിക്കാറുണ്ടായിരുന്നു കുറച്ച് ദിവസമായിട്ട്, അപ്പോൾ പോവാറില്ല. അപ്പോൾ കൊടുത്തയച്ചതാണ്. പിന്നെ അങ്ങോട്ട് നടന്ന് പോയിട്ട് മക്കളെയൊക്കെ ആയിട്ട് അങ്ങോട്ട് നടക്കാൻ കണ്ടച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരാം. മരുന്ന് കഴിഞ്ഞ് കൊടുത്തയച്ചത് കേട്ടോ. പിന്നെ മരുന്ന് കഴിഞ്ഞ് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ അമ്മേനെ ഓർമ്മ വന്നു. അമ്മ ഈ സമയമായി കഴിഞ്ഞ ചിലപ്പോൾ കർക്കിടക മാസത്തിൽ ഇത് വയ്ക്കും. അന്നൊക്കെ ഇപ്പോൾ എന്ന് വെച്ചാൽ മരുന്ന് പൊടി കർക്കിടക്കഞ്ഞി വയ്ക്കാനുള്ള ആ പൊടി മേടിക്കാൻ കിട്ടും. പണ്ട് അങ്ങനെയല്ലായിരുന്നു. പറമ്പിൽ നടന്നിട്ട് കുറുന്തോട്ടി, പിന്നെ ഇല്ലം കെട്ടിയ അങ്ങനത്തെ എന്തൊക്കെ വേരുകൾ അമ്മ ഒക്കെ സ്വരൂപിച്ചിട്ട് അതൊക്കെ അരച്ചിട്ടാണ് വയ്ക്കുക. പിന്നെന്താണ്, ഉലുവ, തേങ്ങയൊക്കെ അരയ്ക്കുന്നതാണ്. അന്ന് പിന്നെ മെക്സി ഒന്നുമില്ല അന്നത്തെ സമയത്ത്. അങ്ങനെ ചെയ്തിട്ട് ഉണ്ടാക്കിത്തരും. മഞ്ഞൾപ്പൊടി അങ്ങനെ കണ്ടിട്ടുള്ളത് ചേർക്കണത്, ഉലുവയൊക്കെ. അമ്മയില്ല കേട്ടോ. പിന്നെന്തൊക്കെ ഉണ്ട്, ഞാനൊരു വേറൊരു വീഡിയോ ഇടാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതിലിടയ്ക്കാണ് കൂട്ടുകാരി പിന്നെ ഇത് തന്നപ്പോൾ പിന്നെ ഈ വീഡിയോ എനിക്ക് ഇതായി. ജമ്മു കാശ്മീരിൽ എൻ്റെ ഫ്രണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വീഡിയോ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ എൻ്റെ ജന്മനാടും കൂടിയാണ് കേട്ടോ. അച്ഛൻ മിലിറ്ററിക്കാരനായിരുന്നേ. അപ്പോൾ പിന്നെ എല്ലാവരും അവിടേക്കായിരുന്നു പ്രസവങ്ങളും ഒക്കെ. ചേച്ചിമാരും ഏട്ടന്മാരും ഒക്കെ മധ്യപ്രദേശ്, പഞ്ചാബ് എന്നുള്ള ഓരോ സ്ഥലങ്ങളിൽ. ഞാനൊക്കെ ജനിച്ച് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ പോന്നു കേട്ടോ. അമ്മയച്ഛനൊക്കെ അവിടെ നിന്ന് പോന്നു. കുറേ കാലം അങ്ങനെ മറ്റുള്ള പല സ്ഥലങ്ങളിലും അങ്ങനെ ക്വാർട്ടേഴ്സിലൊക്കെ ആയിരുന്നു അവർ. അപ്പോൾ പിന്നെ ഇവർ പോകേണ്ടത് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട് ചെയ്തു. പിന്നെ വലുതായതിൻ്റെ ശേഷം പോയിട്ടില്ലല്ലോ. അപ്പോൾ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാമല്ലോ വെച്ചിട്ടേ യൂട്യൂബിലിടും ചെയ്യാൻ വെച്ചിട്ടാണ് അയച്ചു തരാൻ പറഞ്ഞത്. അങ്ങനെ ഇന്നത്തെ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അമ്മ സൂക്ഷിച്ച് വെച്ചിരുന്നു. പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ കേട് വന്നു ഫോട്ടോസൊക്കെ. അപ്പോൾ അമ്മ പറഞ്ഞു തന്ന ഓർമ്മകളൊക്കെ ഉണ്ട്. അമ്മ അത് പൊതുവേ അങ്ങനെ സംസാരിക്കുന്ന പ്രകൃതി അല്ലായിരുന്നു കേട്ടോ. പക്ഷേ അവരിങ്ങനെ ആ ഓർമ്മയിൽ ഇടയ്ക്കൊക്കെ അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരും. ഇടയ്ക്ക് അതിർത്തി ആ ഭാഗങ്ങളിലൊക്കെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഇവരൊക്കെ ഒളിച്ചിരുന്നിരുന്നതും വലിയ കുഴിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിലൊക്കെ ഇറങ്ങിയിരിക്കുന്നതും, അപ്പോൾ മരക്കൊമ്പുകളൊക്കെ കുത്തി നിർത്തിയിട്ട് കാട് പോലെ തോന്നിക്കുന്ന രീതിയിൽ അങ്ങനെയൊക്കെ അവർ ചെയ്തു തരുന്നു എന്നുള്ളതും, വണ്ടികളിങ്ങനെ പോകുമ്പോൾ മേലെ കൂടെ അവർ ശ്രദ്ധിക്കുമ്പോൾ ഇത് കാടാണെന്ന് തോന്നിക്കുന്ന രീതിയിൽ വണ്ടിയുടെ മേലെയൊക്കെ പച്ചിലകൾ ഇട്ടിട്ട് ഇവർ യാത്ര പോയിരുന്നതും അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ അമ്മ അന്ന് ഞാൻ ചെറുതായിരുന്നിട്ട് ഓരോന്നും ഇങ്ങനെ പറഞ്ഞതായിരുന്നു. ഇപ്പോൾ ഇത്ര വലുതായിട്ടാണ് വെച്ചാൽ ഇപ്പോൾ
ആ സമയത്തൊക്കെ അമ്മ ഉണ്ടായിരുന്നു വെച്ചാൽ ശരി യഥാർത്ഥത്തിൽ ഓരോന്ന് പറഞ്ഞു കഴിയുമ്പോൾ ശരിക്കും മനസ്സിലാവും. അന്ന് പിന്നെ അത് ചോദിച്ചറിയാൻ പറയണമൊക്കെ ഇങ്ങനെ കേൾക്കുക എന്നല്ലാണ്ട് ചോദിച്ചറിയാനുള്ള ഒരു അത്രമാത്രമുള്ള ഒരു പ്രായം ഉണ്ടായിരുന്നില്ല. ഓരോ കഥകൾ പറഞ്ഞു തരുമ്പോഴേ അങ്ങനെ എല്ലാവരും വീഡിയോ ഒക്കെ കാണാറില്ല. എനിക്ക് ലൈവ് ചെയ്യാൻ പറ്റാറില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര കറക്കം, പിന്നെ വൈഫൈ എടുക്കണം, അപ്പോൾ പിന്നെ കറക്കം ഉണ്ടാവില്ല. അപ്പോഴാണ് ലൈവ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഹസ്ബൻഡ് ഏട്ടൻ്റെ വീട്ടിലുണ്ട് വൈഫൈ. അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ അവിടെ പോയിട്ട് ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ചെയ്തിട്ടില്ല. വീട്ടിൽ ഇടയ്ക്ക് ഇട്ട് വെക്കും. അപ്പോൾ കറക്കം കാണുമ്പോൾ എല്ലാവരും വന്നവരൊക്കെ പോകും. അപ്പോൾ പിന്നെ ലൈവ് നിർത്തിക്കും. അങ്ങനെ എല്ലാവരും വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഞാൻ പറയണത് കേൾക്കണ്ടാണോ കേട്ടോ. അങ്ങനെ കുട്ടികളൊക്കെ കളിക്കാൻ പോയി. ഒരാൾ ചെരുപ്പ് മേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. നാളെ തിങ്കളാഴ്ചയിൽ നാളെ സ്കൂളിലേക്ക് പോകുമ്പോൾ ചെരുപ്പ് ഇടണം. ചെരുപ്പുള്ളത് പൊട്ടിയിരിക്കണം. സ്കൂളിലേക്ക് പോകുമ്പോൾ ഇടുന്ന ചെരുപ്പ് പൊട്ടി. ചെരുപ്പ് മേടിക്കാൻ വേണ്ടി പോയത്. ഇന്നലെ പോയിട്ട് മേടിച്ചോളാൻ പറയുന്നത് ശനിയാഴ്ച. അപ്പോൾ കളിക്കേണ്ട ഭ്രാന്തിൽ പോയില്ല. ഇന്ന് ഞായറാഴ്ച കട തുറക്കില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, മോൻ പറഞ്ഞു കട തുറക്കുമെന്ന്. അങ്ങനെ പോയിട്ടുണ്ട്. തുറക്കുമോ ചെരുപ്പ് കിട്ടുമോ എന്നുള്ളൊരു ഉറപ്പില്ല. അങ്ങനെയൊക്കെ കാര്യങ്ങൾ. അപ്പോൾ അടുത്ത വീട്ടിലത്തെ ഒരാൺകുട്ടിയുണ്ട്. അത് തലമുടി വെട്ടാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി പോട്ടെ എന്ന് വന്ന് സമ്മതം ചോദിച്ചിട്ട് അങ്ങനെ പോയിക്കുക. പോകുമ്പോൾ ഫോണിലേക്ക് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ പേ ആയിട്ട് പൈസ അയച്ചു കൊടുക്കാനല്ല. പോകുമ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല പൈസ. അപ്പോൾ അതങ്ങനെ. അപ്പോൾ ഫോണും പിടിച്ചിരിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവിടുന്ന് വിളിക്കുമ്പോൾ ഫോൺ എടുക്കണമല്ലോ. അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. കട്ട്ലമ്മ കിട്ടും കേട്ടോ. പിന്നെ അതിലിടയ്ക്കാണ് കൂട്ടുകാരി വിളിച്ചത്. അപ്പോൾ വിളിച്ചപ്പോൾ പകുതി വരെ അവളും വന്നു, ഞാനും പകുതി വരെ നടന്നു. അങ്ങനെ മേടിച്ചു വന്നു.